യാക്കോബ് പറയുന്നു, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ. ഈ വിശ്വാസികൾ ദൈവകൃപയിൽ നിന്ന് അകന്നുപോയി. അവരെ എന്താ യാക്കോബ് ഈ വാക്യത്തിൽ വിളിക്കുന്നത്? ഒന്ന്, പാപികളെ; രണ്ടാമത്, ഇരുമനസ്സുള്ളവരെ. 1-ാം അധ്യായത്തിലും യാക്കോബ് ഇരുമനസ്സ് എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുമനസ്സിനെ കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു. ഇരുമനസ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് മനസ്സ്. ഒരു മനസ്സുകൊണ്ട് യേശുവിനെയും സേവിക്കുന്നു, മറ്റേ മനസ്സുകൊണ്ട് ലോകത്തെയും സ്നേഹിക്കുന്നു. ഇവർ ക്രിസ്തുവിശ്വാസികളാണ്. അവർ അത് നിഷേധിക്കുന്നില്ല. ക്രിസ്തുവിനെയും സ്നേഹിക്കുന്നു, ലോകത്തെയും സ്നേഹിക്കുന്നു, ദൈവത്തെയും സ്നേഹിക്കുന്നു, സമ്പത്തിനെയും സ്നേഹിക്കുന്നു. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ദൈവത്തെയും സമ്പത്തിനെയും ഒരുമിച്ച് സ്നേഹിക്കാൻ, സേവിക്കാൻ പറ്റില്ല. ഇവിടെ ഇതാ ലോകവും വേണം, യേശുവും വേണം. അങ്ങനെ രണ്ടും ഒരുമിച്ച് കൊണ്ടു നടക്കുന്നവരെയാണ് ഇരുമനസ്സുള്ളവരെ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇരുമനസ്സല്ല വേണ്ടത്, ക്രിസ്തുവിനോട് ഏകാഗ്രമായ ഒരു മനസ്സ്, വിഭജിക്കപ്പെടാത്ത മനസ്സ്. നമ്മുടെ ഭക്തി വിഭജിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ ഹൃദയത്തിൽ 4 അറയല്ല 100 അറകളുണ്ടെങ്കിൽ അതിലെല്ലാം യേശുവിനോടുള്ള സ്നേഹം മാത്രം നിറയണം. നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം. അത് പ്രഥമവും പ്രധാനവുമായ കൽപ്പനയാണ്. ആ കൽപ്പന ഇവിടെ വിശ്വാസികൾ ലംഘിച്ച് ലോകത്തെ സ്നേഹിക്കാൻ തുനിഞ്ഞപ്പോൾ അവരെ വിളിക്കുകയാണ് ആത്മീയ വ്യഭിചാരികൾ, പാപികൾ, ഇരുമനസ്സുള്ളവർ. ഇനി യാക്കോബ് എഴുതിയ ലേഖനത്തിലെ അടുത്ത വാക്യത്തിലേക്ക് പ്രവേശിക്കാം. യാക്കോബ് 4:9. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. NIV-യിൽ ഗ്രീവ്, മോൺ ആൻഡ് വെയിൽ, ചേഞ്ച് യുവർ ലാഫ്റ്റർ ടു മോർണിംഗ് ആൻഡ് യുവർ ജോയ് ടു ഗ്ലൂം. വിശ്വാസികൾ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാനല്ല യാക്കോബ് പറയുന്നത്. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവാനാണ് തിരുവെഴുത്ത് നമ്മോട് പറയുന്നത്. എന്നാൽ ഇവരോട് പറയുന്നത്, നിങ്ങൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. എന്തുകൊണ്ടാണ് ഈ വിശ്വാസികൾക്ക് ഈ രീതിയിലുള്ളൊരു പ്രബോധനം നൽകുന്നത്? കാരണം ഇവർ ലോകത്തെ സ്നേഹിക്കുന്നവരാണ്. ഇവർ ശണ്ടയിടുന്നവരും കലഹിക്കുന്നവരുമാണ്. ഇവരിൽ പലർക്കും ദൈവകൃപ ലഭിച്ചിട്ടില്ല. കാരണം ഇവർ അഹങ്കാരികളാണ്. ഇവർ ദൈവസന്നിധിയിൽ താഴുന്നില്ല. ഇവർ ദൈവത്തോടടുത്ത് ചെല്ലുന്നില്ല. ഇവരുടെ കൈകളിൽ പാപത്തിൻ്റെ കറ ഉണ്ട്, ഹൃദയത്തിൽ മലിനതയുമുണ്ട്. ഈ രീതിയിൽ പോയാൽ ഇവർക്ക് വലിയ ദോഷമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇവരുടെ അവസ്ഥയെ കണ്ടുണരണം. ഇവർ ചെയ്ത പാപങ്ങളെക്കുറിച്ചോർത്ത് കഠിനമായി പശ്ചാത്തപിക്കണം. ഇപ്പോൾ ഇവർ പല കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഇവർ ലോകസ്നേഹികളായതുകൊണ്ട് ലോകത്തിലെ പല കാര്യങ്ങളിലും സന്തോഷം, കളി, ചിരി, തമാശ അതൊക്കെ അവർക്ക് ഉണ്ടാകാം. പക്ഷേ യാക്കോബ് പറയുന്നു, ഈ രീതിയിൽ കളിക്കാനും ചിരിക്കാനുമുള്ള സമയം ഇതല്ല. നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ചോർത്ത് യഥാർത്ഥ അനുതാപം നിങ്ങൾക്ക് വേണം. നിങ്ങൾ കരയണം. ഇത് ചിരിക്കാനുള്ള സമയമല്ല. ഇവിടെ കരയുക, വിലപിക്കുക, അതിന് മോർണിംഗ് എന്ന വാക്കാണ്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരുടെ മരണം മൂലം ഹൃദയം പൊട്ടി കരയുന്ന നിലവിളി. ഇതുപോലെ ഒരു വിശ്വാസി പാപം ചെയ്താൽ അവരുടെ പ്രിയപ്പെട്ട സ്നേഹിതനോ ബന്ധുവോ മരിച്ചാൽ എത്രമാത്രം ദുഃഖമുണ്ടാകും, ആ രീതിയിൽ കരയണം. കാരണം പാപമെന്നുള്ളത് നിസ്സാരമായ ഒരു കാര്യമല്ല. ദൈവമക്കൾ വിശുദ്ധരാണ്. പരിശുദ്ധമായ സ്വർഗത്തിൽ പോകേണ്ടവരാണ് നാം. ആ കാഴ്ചപ്പാടെല്ലാം മറന്ന് ചില വിശ്വാസികൾ ഇതാ കൈകൾ വെടിപ്പില്ല, ഹൃദയത്തിൽ മലിനത. അപ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ ആയിരിക്കുന്ന അപകടാവസ്ഥ തിരിച്ചറിഞ്ഞ് മടങ്ങി വരണം. നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ എന്തിനാണ് കരയേണ്ടത്? നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കേണ്ടത്? നല്ല വീട് ലഭിക്കണം, അതിനായിട്ടല്ല നിങ്ങൾ കരയേണ്ടത്. ചെറിയ വാഹനമാണല്ലോ, വലിയ വാഹനം ഞങ്ങൾക്ക് തരണം, അതിനല്ല ഇവിടെ കരയാൻ പറയുന്നത്. സാമ്പത്തികമായി ഒരു ഉയർച്ചയും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ദുഃഖിച്ച് കരയുവിൻ.
അതുമല്ല ഇവിടെ യാക്കോബ് പ്രബോധിപ്പിക്കുന്നത്. ഇന്നത്തെ പല വിശ്വാസികളുടെയും കരച്ചിലും സങ്കടപ്പെടലും എന്തിനു വേണ്ടിയാണ്? ഞാൻ പാപം ചെയ്തല്ലോ ദൈവമേ, അങ്ങയുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയല്ലോ. അങ്ങനെ കരയുന്നവർ എത്ര പേരുണ്ട്? വലിയ വസ്തുവകകൾ, വീട്, നല്ല ജോലി, ജോലിയിൽ പ്രൊമോഷൻ, പണം, ഇവ വേണ്ടത്ര ലഭിക്കാതെ വരുമ്പോൾ, നല്ല അഡ്മിഷൻ, എല്ലാ വിഷയത്തിലും A+ കിട്ടിയില്ല, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടിയില്ല, അപ്പോഴൊക്കെ ഹൃദയം പൊട്ടിക്കരയുന്ന പലരും ഉണ്ടായിരിക്കാം. എന്നാൽ ഇവരോട് പറയുന്നത്, യാക്കോബ് പറയുന്നത്, നിങ്ങൾ കരയേണ്ടത് നിങ്ങളുടെ പാപത്തെ ഓർത്താണ്. ഇതാണ് ദൈവസഭയിൽ നിന്ന് കുറഞ്ഞു പോയിരിക്കുന്നത്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പലരും നിലവിളിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് നിലവിളിക്കുന്നത്? നല്ലൊരു വീടില്ലല്ലോ കർത്താവേ, എനിക്കൊരു ഭൗതിക ഉയർച്ച കിട്ടിയില്ലല്ലോ കർത്താവേ. അങ്ങനെ നിലവിളിക്കുന്ന പലരും ഉണ്ട്. ആ നിലവിളിയല്ല ഇവിടെ പറയുന്നത്. പാപം ചെയ്ത വ്യക്തിയുടെ നേരെ ദൈവത്തിൻ്റെ ക്രോധം മുഴുത്തു നിൽക്കുകയാണ്. അതെപ്പോഴും അവൻ്റെ മേൽ പതിക്കാം. അതുകൊണ്ട് ഇത് ചിരിക്കാനുള്ള സമയമല്ല, കളിതമാശയ്ക്കുള്ള സമയമല്ല. വിലപിച്ച് കരഞ്ഞാൽ ദൈവത്തിന് കരുണ തോന്നി വരാനിരിക്കുന്ന ദൈവക്രോധം അവങ്കിൽ നിന്ന് എടുത്തു മാറ്റും. അതുകൊണ്ടാണ് കരയാൻ പറയുന്നത്. യിരെമ്യാവ് 6-ാം അധ്യായം 26-ാം വാക്യം, എൻ്റെ ജനത്തിൻ്റെ പുത്രി രട്ടുടുത്ത് വെണ്ണീറിൽ ഉരുളുക, ഏകജാതനെക്കുറിച്ച് എന്ന പോലെയുള്ള ദുഃഖവും കഠിനമായുള്ള വിലാപവും കഴിച്ചുകൊള്ളുക. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 12-13 വരെയുള്ള വാക്യങ്ങൾ, എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. അങ്ങനെയുള്ള കർത്താവിനോട് നിലവിളിക്കുകയാണ്. വസ്തുക്കൾക്ക് വേണ്ടിയല്ല, ജോലിക്ക് വേണ്ടിയല്ല. ദൈവമേ, ഞാൻ പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്നോർത്ത് അനുതാപ ഹൃദയത്തോടെ നിലവിളിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥന കേൾക്കും. വിശ്വാസികളോട് യാക്കോബ് ദുഃഖിച്ച് കരയുവാൻ പറയുന്നത്, അവർ അവരുടെ പാപത്തെക്കുറിച്ച് നിലവിളിക്കുകയാണെങ്കിൽ ഈ മനസ്സലിവുള്ള ദൈവം അവരുടെ യാചന കേൾക്കുകയും അവരുടെ പാപം ക്ഷമിച്ചു കൊടുക്കുകയും അങ്ങനെ ദൈവത്തോടുള്ള ബന്ധം അവർക്ക് യഥാസ്ഥാനപ്പെടുത്താനും കഴിയും. പത്രോസ് പാപം ചെയ്തു, ഏറ്റവും വലിയ തെറ്റ്. ഇത്രമാത്രം സ്നേഹിക്കുന്ന ഗുരുവിനെ ഞാൻ അറിയുകയില്ല എന്ന് 3 വട്ടം നിഷേധിച്ചു. തുടർന്ന് എന്താണ് സംഭവിച്ചത്? അവന് വലിയ കുറ്റബോധമുണ്ടായി. അവന് തന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അവൻ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ കർത്താവ് അവനെ തിരികെ സ്വീകരിക്കാനിടയായി. പാപത്തെക്കുറിച്ചോർത്ത് യഥാർത്ഥ അനുതാപം, ആ കരച്ചിൽ ദൈവം സ്വീകരിക്കും. പത്രോസിൻ്റെ കണ്ണുനീർ വൃഥാവായില്ല. നെഹമ്യാ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്ന് പാപം ചെയ്ത് അന്യജാതി സ്ത്രീകളെ വിവാഹം കഴിച്ചു. പലരും അന്യജാതികളെ വിവാഹം കഴിക്കരുത് എന്നുള്ള ദൈവത്തിൻ്റെ പ്രമാണമെല്ലാം കാറ്റിൽ പറത്തി പല യഹൂദന്മാരും അന്യജാതി സ്ത്രീകളെ വിവാഹം കഴിച്ചു. എന്നാൽ ഇവർ ന്യായപ്രമാണ പുസ്തകം വായിക്കുന്നത് കേട്ടപ്പോൾ, ഞങ്ങൾ ദൈവത്തോട് പാപം ചെയ്തല്ലോ, അവർ വലിയ നിലവിളി ആരംഭിച്ചു. ആ ജനത്തോട് കർത്താവ് കരുണ കാണിച്ചു. ഇന്ന് ദൈവസഭകളിൽ പാപം ചെയ്തു പോയല്ലോ, അനുതാപത്തിൻ്റെ നിലവിളി വളരെ കുറവാണ്. നേരത്തെ പറഞ്ഞ പോലെ ഭൗതികമായ അനുഗ്രഹവും വിടുതലും കിട്ടുന്നില്ലല്ലോ, അതോർത്തുള്ള കരച്ചിലുകളാണ് പെരുകുന്നത്. നെഹമ്യാവ് 8-ാം അധ്യായം 9-ാം വാക്യം, ദേശാധിപതിയായ നെഹമ്യാവും ശാസ്ത്രിയായ എസ്രാ പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ലേവ്യരും സകല ജനത്തോടും, ഈ ദിവസം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, കരയുകയുമരുത് എന്ന് പറഞ്ഞു. ജനമെല്ലാം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോൾ കരഞ്ഞു പോയിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ഒരിക്കൽ കരഞ്ഞു. ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ് ന്യായപ്രമാണത്തിലാണ് താൻ ആശ്രയിച്ചത്. ന്യായപ്രമാണം പൗലോസിനെ ഒരു കാര്യം ബോധ്യമാക്കി കൊടുത്തു. എന്നിൽ എന്ന് വച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല.
അയ്യോ, ഞാൻ ദുർഭകനായ മനുഷ്യൻ, അരിഷ്ടനായ മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? പാപത്തിൻ്റെ ഭീകരത, തൻ്റെ പാപത്തിൻ്റെ ഭീകരത കണ്ടപ്പോൾ അദ്ദേഹവും നിലവിളിച്ചു. പിന്നെ ക്രിസ്തുവിലേക്ക് വന്നപ്പോഴാണ് രക്ഷ പ്രാപിക്കാൻ ഇടയായത്. പ്രിയമുള്ളവരെ, പാപത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ അനുതാപം. സ്നാപക യോഹന്നാൻ എന്താ പ്രസംഗിച്ചത്? മാനസാന്തരത്തിൻ്റെ സുവിശേഷമാണ്. അനുദപിക്കുവിൻ. ക്രിസ്തു എന്താ പ്രസംഗിച്ചത്? അനുദപിക്കുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കാരണം സ്വർഗത്തിൽ പോകണമെങ്കിൽ പാപജീവിതവുമായി പോകാൻ പറ്റില്ല. റോമാലേഖനം 7:24 അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? തൻ്റെ പാപത്തിൻ്റെ ഭീകരത ശരിക്കും കണ്ടപ്പോൾ പൗലോസ് നിലവിളിക്കുകയാണ്. പാപത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ കണ്ടാൽ നിലവിളിച്ചു പോകും. കാരണം ഈ പാപം എന്നെ കൊണ്ടുപോകുന്നത് നിത്യമായ നരകത്തിലേക്കാണ്. ഇവിടെ രക്ഷയിലേക്ക് വന്നവരാണ് വീണ്ടും പാപത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. അത് നിസ്സാര കുറ്റമല്ല. ഇനി നാം ചെയ്ത പാപങ്ങളെക്കുറിച്ചോർത്ത് പശ്ചാത്തപിക്കുക. നമ്മുടെ കൈകളിൽ പറ്റിയ അശുദ്ധി, നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടിയ അശുദ്ധ ചിന്തകൾ, അതിനെക്കുറിച്ച് അനുദപിച്ച് കരയുക. പറയാൻ പാടില്ലാത്തത് പറഞ്ഞു, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, കാണാൻ പാടില്ലാത്തത് കണ്ടു, രഹസ്യമായി ചില പാപകൃത്യങ്ങൾ ചെയ്തു. അതിനെക്കുറിച്ച് ആഴമായി പശ്ചാത്തപിച്ച് കണ്ണീരൊഴുക്കുക. അങ്ങനെ പാപങ്ങളെക്കുറിച്ചോർത്ത് കരയുന്നതും ഒരു ദൈവകൃപയാണ്. ഒരുവൻ ചെയ്ത പാപത്തെക്കുറിച്ച് ശരിക്കും അവന് ബോധ്യമുണ്ടായി കരയുവാൻ ഇടയാക്കുന്നതും കർത്താവിൻ്റെ മഹാകരുണയാണ്. ചിലരെല്ലാം പാപം ചെയ്തിട്ടും ഹൃദയം ഫറവോൻ്റെ പോലെ കഠിനപ്പെട്ട് ഒരു കരച്ചിലുമില്ല, അനുതാപവുമില്ല. സക്കരിയ പ്രവാചകൻ്റെ പുസ്തകം 12:10 ആദ്യ ഭാഗം, ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരുശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. ഇപ്രകാരം പാപങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ അനുതാപവും കണ്ണീരും ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കേണ്ട ഒരു കാര്യമല്ല. പലരും സുവിശേഷ യോഗങ്ങളിൽ കരയാറുണ്ട്. പല പാപികളും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പൊട്ടിക്കരയാറുണ്ട്. ദൈവത്തിൻ്റെ വചനമാണ് ഒരുവന് പാപബോധം കൊടുക്കുന്നത്. അങ്ങനെ മദ്യപാനം ഉപേക്ഷിക്കുന്നു, മറ്റു പല ദോഷപ്രവൃത്തികൾ ഉപേക്ഷിക്കുന്നു, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പറഞ്ഞു. ആദ്യമായിട്ട് സുവിശേഷം കേൾക്കുകയാണ്. എന്താ പത്രോസിനോട് ചോദിക്കുന്നത്? ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പത്രോസ് പറയുന്നത്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. പത്രോസ് വചനം പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എന്ന് വെച്ചാൽ അവർക്ക് വലിയ പാപബോധം ഉണ്ടായി. പ്രിയമുള്ളവരെ, നമ്മളും രക്ഷയിലേക്ക് വന്ന ആദ്യ നാളുകളിൽ സുവിശേഷം കേട്ടപ്പോൾ വലിയ പാപബോധം ഉണ്ടായി നമ്മൾ കരഞ്ഞു എന്ന് വരാം. ചിലർക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, ചിലർക്ക് അത്ര തന്നെ കണ്ണുനീർ തുള്ളി തുള്ളിയായിട്ട് മുഖത്തിലൂടെ വീണില്ല എങ്കിലും ഹൃദയത്തിൽ ശക്തമായി ഒരു അനുതാപം ഉണ്ടായിരിക്കാം. അതുകൊണ്ട് കരയുന്നവന് മാത്രമേ യഥാർത്ഥ അനുതാപമുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കരുത്. ചിലർ എളുപ്പത്തിൽ കരയും. തീർച്ചയായിട്ടും നമ്മൾ രക്ഷയിലേക്ക് വന്ന ആദ്യ നാളുകളിൽ നമുക്ക് മാനസാന്തരം ഉണ്ടായിട്ടുണ്ട്, നമ്മളിൽ പലരും കരഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ച് കരച്ചിലൊക്കെ അതോടെ നിർത്തി, അനുതാപം അതോടെ നിർത്തി. പ്രിയമുള്ളവരെ, പാപത്തെ ഓർത്തുള്ള അനുതാപവും വിലാപവും രക്ഷയിലേക്ക് വന്ന ആദ്യ നാളുകളിൽ മാത്രമല്ല വേണ്ടത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും എപ്പോഴെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഒരു പാപം അതിൽ വീണുപോയാൽ നാം അനുദപിക്കണം, പശ്ചാത്തപിക്കണം, ഹൃദയത്തിൽ വേദനയോടെ തെറ്റുകൾ ഏറ്റുപറയണം. ദൈവാത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. റോമലേഖനം 8:14. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ദൗത്യം എന്താണ്? ദൈവാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധ്യം വരുത്തും. എപ്പോൾ? രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ മാത്രമല്ല. നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതം എന്നാണോ ഈ ഭൂമിയിൽ അവസാനിക്കുന്നത് അന്ന് വരെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നൊരു കാര്യമാണ് ഇത്. നമുക്ക് പാപബോധം തരും.
വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം തരും. അങ്ങനെയാണെങ്കിൽ ഈ അനുതാപവും കരച്ചിലും എപ്പോഴെല്ലാം ഒരു വിശ്വാസി പാപം ചെയ്യുന്നുവോ അപ്പോഴെല്ലാം അത് വേണം. അല്ലാതെ ഞാൻ അന്ന് സുവിശേഷ യോഗത്തിന് കണ്ണുനീരോടുകൂടെ എൻ്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാണ്, നല്ല കാര്യം. ഇപ്പോൾ പാപം ചെയ്തിട്ട് വല്ല കണ്ണുനീരും വരുന്നുണ്ടോ? സഹോദരന്മാരെ കുറ്റം പറഞ്ഞ് വ്യാജപ്രവചനം നടത്തി പല തരികടയും കാണിച്ച് മുന്നോട്ട് പോകുമ്പോൾ വല്ല കരച്ചിലും വരുന്നുണ്ടോ? ആത്മാർത്ഥതയുള്ളൊരു ദൈവ പൈതലിന് ഏറ്റവും വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം ഏതാണ്? ആത്മാർത്ഥതയുള്ളൊരു ദൈവ പൈതലിന് ഏറ്റവും സങ്കടം വരുത്തുന്ന കാര്യം ഏതാണ്? ഒരു ദൈവ പൈതലിന് ഏറ്റവും സങ്കടം വരുത്തുന്ന കാര്യം നല്ല വീട് ലഭിക്കാത്തതല്ല, വാടക വീടല്ല, നല്ല വാഹനം കിട്ടാത്തതല്ല, ധാരാളം പണം കിട്ടാത്തതല്ല ഒരു ദൈവ പൈതലിനെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ എന്താണ്? ഇത്രയും നല്ലവനായ എൻ്റെ രക്ഷകനെതിരായി ഞാൻ പാപം ചെയ്തു പോയല്ലോ. അതാണ് അവന് ഏറ്റവും വലിയ സങ്കടം തരുന്ന കാര്യം. വസ്തു നഷ്ടമല്ല, ജോലി നഷ്ടമല്ല, മറ്റൊരു ഭൗതിക നഷ്ടവുമല്ല ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ കഠിന ദുഃഖത്തിലാഴ്ത്തുന്നത്. ഏതെങ്കിലും ഒരു പാപം ചെയ്തു പോയാൽ, കർത്താവേ ഞാൻ പാപം ചെയ്ത് അങ്ങയുടെ വചനത്തിന് വിരോധമായി ഈ ദുഷ്കൃത്യം ചെയ്തല്ലോ, എൻ്റെ കർത്താവിൻ്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചല്ലോ, അതാണ് ഒരു ദൈവ പൈതലിനെ സഹിക്കാൻ പറ്റാത്ത ദുഃഖം തരുന്നത്. അതുകൊണ്ടാണ് ദാവീദ്, പഴയ നിയമ ഭക്തന്മാർ പാപത്തിൽ വീണപ്പോൾ ആ സങ്കടം അവർക്ക് സഹിക്കാൻ പറ്റാതെ അവർ കരയുകയാണ്. മാത്രമല്ല, ഒരു യഥാർത്ഥ ദൈവഭക്തൻ അഥവാ പാപത്തിൽ വീണുപോയാൽ അവൻ്റെ ഹൃദയം നിരന്തരമായി അസ്വസ്ഥതയിലായിരിക്കും. കാരണം പാപം ചെയ്യുമ്പോൾ ദൈവവും അവനും തമ്മിലുള്ള ബന്ധം ഒന്ന് അകലുകയാണ്. ഒരു യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് വേദന തരുന്നൊരു കാര്യം അവനും അവൻ്റെ കർത്താവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിന് ഒരു ചെറിയ വിടവ് ഉണ്ടാവുക. അതവന് ആ കൂട്ടായ്മയ്ക്ക് ഉലച്ചൽ സംഭവിക്കുക, അത് ഇവന് സഹിക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴാണ് അവൻ്റെ മനസ്സ് സ്വസ്ഥത പ്രാപിക്കുക? ആ ഭക്തൻ ചെയ്തു പോയ തെറ്റ് ദൈവത്തോട് നിലവിളിച്ച് ഏറ്റുപറഞ്ഞ് ഒടുവിൽ ദൈവം തന്നെ ഈ ഭക്തൻ്റെ ഹൃദയത്തിലൊരു ബോധ്യം കൊടുക്കും. ഞാൻ നിൻ്റെ തെറ്റ് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ ചെയ്ത പാപം എൻ്റെ കർത്താവ് ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്നുള്ള ആ ശക്തമായ ബോധ്യം എപ്പോൾ കിട്ടുന്നുവോ അതുവരെയും പാപം ചെയ്ത വിശുദ്ധൻ്റെ ഹൃദയം തേങ്ങിക്കൊണ്ടിരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നാം ബൈബിളിൽ കാണുന്നത്. പക്ഷേ ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ കുറവേ ഉള്ളൂ. ഏതെങ്കിലും ഭൗതികമായ കാര്യങ്ങൾ വിശ്വസിച്ച് നേടിയെടുക്കുക എന്നുള്ള ഒരു വല്ലാത്ത സ്പിരിറ്റ് വ്യാപരിക്കുമ്പോൾ പാപത്തെക്കുറിച്ചുള്ള അനുതാപം വളരെ അപൂർവമായിട്ട് ഉണ്ടാകുന്നുള്ളൂ. സങ്കീർത്തനങ്ങൾ 32:1-5 വരെയുള്ള വാക്യങ്ങൾ: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്നത്തെ ഭാഗ്യവാൻ, ബ്ലെസ്സഡ് ആരൊക്കെയാണ്? തെറ്റായൊരു നിർവചനം. ഏറ്റവും കൂടുതൽ പണം നേടുന്നവനാണ് ഭാഗ്യവാൻ. ഇവിടെ പറയുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. പാപം ചെയ്തൊരു ദൈവഭക്തൻ്റെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോൽ വറ്റിപ്പോയി. എന്തിനാണ് ദാവീദേ നീ ഈ രീതിയിൽ പ്രയാസപ്പെടുന്നത്? യുദ്ധം വിജയിക്കാൻ വേണ്ടിയാണോ? അല്ല. വലിയ കൊട്ടാരം പണിയാൻ വേണ്ടിയാണോ? അല്ല. അനേക സ്ത്രീകളെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണോ? അല്ല. ദൈവത്തോട് പാപം ചെയ്തപ്പോൾ ഉള്ളിലുള്ള ഞരക്കം, ശക്തമായ അനുതാപം, അതാണ് ഇവിടെ കാണുന്നത്. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ആ ഉറപ്പ് പ്രാപിക്കുന്നത് വരെ, എൻ്റെ പാപത്തിൻ്റെ കുറ്റം കർത്താവേ നീ ക്ഷമിച്ചിരിക്കുന്നു, ആ ഉറപ്പ് പ്രാപിക്കുന്നത് വരെയും
സന്ധിമജ്ജകളിൽ സ്വസ്ഥതയില്ല. ഇതാണൊരു വിശുദ്ധൻ പാപം ചെയ്താൽ സംഭവിക്കുന്നത്. ബത്ശബയുമായി പാപം ചെയ്തു. അതിനുശേഷം കഠിനമായ കുറ്റബോധത്തോടും അനുതാപ ഹൃദയത്തോടും കൂടെയാണ് 51-ാം സങ്കീർത്തനം ദാവീദ് രചിക്കുന്നത്. ഒരു ഭക്തൻ പാപം ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം വേദന നിറഞ്ഞു നിൽക്കും, അതിൻ്റെ തെളിവാണ് 51-ാം സങ്കീർത്തനം. ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടിയല്ല കരയുന്നത്, രോഗശാന്തിക്ക് വേണ്ടിയല്ല കരയുന്നത്, ഒരു വലിയ കെട്ടിടം പണിയാനല്ല കരയുന്നത്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തോട് ഞാൻ പാപം ചെയ്തല്ലോ. അങ്ങനെ പാപം ചെയ്യുക നിമിത്തം ദൈവത്തിൻ്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചല്ലോ എന്നോർത്ത് കരയുന്ന ഒരു ഭക്തൻ്റെ നിലവിളി ദൈവം കേൾക്കും, പാപം ക്ഷമിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. 51-ാം സങ്കീർത്തനം 17-ാം വാക്യം, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വാസം പ്രാപിക്കും. എന്തിനെക്കുറിച്ചുള്ള ദുഃഖമാണ്? ദൈവമേ ഞാൻ അങ്ങയോട് വിരോധമായി പാപം ചെയ്തു, അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക. അപ്പോൾ അവർക്ക് ആശ്വാസം ലഭിക്കും. കർത്താവ് അവരുടെ പാപത്തെ ക്ഷമിച്ചു കൊടുത്തു എന്നുള്ള ഒരു ഉറപ്പ് അവരുടെ ആത്മാവിൽ ലഭിക്കുമ്പോൾ അവർ സ്വസ്ഥത പ്രാപിക്കുകയാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഒരു ഭക്തനെ സംബന്ധിച്ച് ഹൃദയഭേദകമായ കാര്യം ഏതാണ്? അവനും അവൻ്റെ കർത്താവും തമ്മിലുള്ള ആ നല്ല ബന്ധത്തിന് അല്പം അകൽച്ച സംഭവിക്കുക. മറിയ പുലർച്ച സമയം കല്ലറയുടെ വാതിൽക്കൽ നിന്ന് കരയുകയാണ്. എന്തിനാണ് അവൾ കരയുന്നത്? അവളുടെ രക്ഷകനെ കാണാനില്ല. അവൾ കരയുന്നത് നല്ല ജോലി ലഭിക്കാനായിട്ടല്ല. മറിയ പുലർച്ച സമയം കല്ലറയുടെ വാതിൽക്കൽ കരയുന്നത് രോഗശാന്തിക്ക് വേണ്ടിയല്ല കരയുന്നത്. മറിയ കരയുന്നത് എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം, അവർ വിദേശത്ത് പോയി ധാരാളം പണമുണ്ടാക്കണം, ദൈവമേ നീ പ്രവർത്തിക്കുമാറാകണമേ. അങ്ങനെ പറഞ്ഞിട്ടല്ല അവൾ കരയുന്നത്. അവൾ കരയുന്നത് ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രം, എൻ്റെ രക്ഷകനെ കാണാനില്ല, ക്രിസ്തുവുമായി അകന്നു കഴിയുക. അതാണ് ഏറ്റവും ദുഃഖം ഒരു ഭക്തന് സമ്മാനിക്കുക. യോഹന്നാൻ 20:13, അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നതെന്ത് എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൾ അവരോട് പറഞ്ഞു. സ്ത്രീയെ നീ കരയുന്നത് എന്ത് എന്ന് ഇന്ന് പല സ്ത്രീകളോടും ചോദിച്ചാൽ അവർക്ക് ആ കരയുന്നതിൻ്റെ കാരണമായിട്ട് പലതും പറയാനുണ്ടായിരിക്കും. വീടില്ല കർത്താവേ, വാടക വീടാണ് കർത്താവേ, കാശ് കിട്ടിയിട്ടില്ല കർത്താവേ, ഇതൊക്കെ പറഞ്ഞിട്ടാണ് പലരും ഇന്ന് കരയുന്നത്. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 9-11 വരെ, നിങ്ങൾ ഖേദിച്ച് അനുദപിച്ചതുകൊണ്ടാണ് ഞാനിപ്പോൾ സന്തോഷിക്കുന്നത്. ദൈവികമായ ഖേദമാണ് നിങ്ങൾക്കുണ്ടായത്. തന്മൂലം ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ദൈവികമായ ഖേദം അനുതാപം ഉളവാക്കുന്നു, അത് രക്ഷയിലേക്ക് നയിക്കുന്നു, അത് സങ്കടകരമല്ല. ലൗകിക ഖേദമാകട്ടെ മരണകാരണമാകുന്നു. നോക്കൂ, ദൈവികമായ ഈ ഖേദം എന്ത് തീഷ്ണതയാണ് നിങ്ങളിൽ ഉണ്ടാക്കിയത്. ശുദ്ധി പ്രാപിക്കാനുള്ള എന്ത് വ്യഗ്രത, എന്ത് ധർമ്മരോഷം, എന്ത് ഭയപ്പാട്, എന്ത് പ്രതീക്ഷ, എന്ത് ശുഷ്കാന്തി, എന്ത് നീതിവാഞ്ച. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ആ സഭയിലെ ചില വിശ്വാസികളുടെ പാപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ലേഖനം വായിച്ചപ്പോൾ നിശ്ചയമായിട്ടും ആ വിശ്വാസികൾക്ക്, പാപം ചെയ്ത വിശ്വാസികൾക്ക് മാനസാന്തരം ഉണ്ടായി. അവർ ദുഃഖിച്ച് കരഞ്ഞു. അവർ കരഞ്ഞത് ലോകത്തിലെ ഭൗതിക ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല, അവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് പശ്ചാത്തപിച്ച് കരഞ്ഞു. അങ്ങനെ അവർ പാപജീവിതം ഉപേക്ഷിച്ചു, യഥാസ്ഥാനപ്പെട്ടു. അതിനുശേഷം എഴുതുന്നതാണ് ഇപ്പോൾ വായിച്ച കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം. അവർ അനുദപിച്ച് കരഞ്ഞു, അവർ യഥാസ്ഥാനപ്പെട്ടു. ആദ്യത്തേതിനേക്കാൾ അവർ വളരെ വിശുദ്ധരായി ജീവിക്കാൻ തുടങ്ങി. കാരണം എന്ത് ഭയപ്പാട്, എന്ത് പ്രതീക്ഷ, എന്ത് ശുഷ്കാന്തി, എന്ത് നീതിവാഞ്ച. അവർ ചെയ്ത പാപത്തിൻ്റെ ആഴം മനസ്സിലാക്കി നിലവിളിച്ചപ്പോൾ ദൈവം അത് ക്ഷമിക്കുകയും പിന്നീട് ഇവർക്ക്
ഒരു വിശുദ്ധ ജീവിതത്തിന് വലിയ എരിവും താല്പര്യവും ഉണ്ടായി. ഇതുപോലെ യാക്കോബ് എഴുതുന്നു, ആ ലേഖനവും വായിച്ച് നിശ്ചയമായും ആ വിശ്വാസികൾ മാനസാന്തരപ്പെട്ട് പൂർവാധികം ശക്തിയോടെ വിശുദ്ധ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടാകണം. നമുക്കത് അറിയുകയില്ല, പക്ഷേ അതങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-9 വരെ വീണ്ടും വായിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് അടുക്കുക, അപ്പോൾ അവൻ നിങ്ങളിലേക്കും അടുക്കും. പാപികളെ, നിങ്ങളുടെ കരങ്ങൾ ശുദ്ധമാക്കുക. ഇരട്ടത്താപ്പുകാരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ വെടിപ്പാക്കുക. നിങ്ങൾ ദുഃഖിക്കുക, കരയുക, വിലപിക്കുക. നിങ്ങളുടെ ചിരി കരച്ചിലായും സന്തോഷം സന്താപമായും മാറട്ടെ. ആ പ്രബോധനം അവർ തള്ളിക്കളയാൻ വഴിയില്ല. അവർ അത് അക്ഷരാർത്ഥത്തിൽ തന്നെ സ്വീകരിച്ച് യഥാസ്ഥാനപ്പെട്ടിട്ടുണ്ടാകണം. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. ഇവർ ലോകസ്നേഹികളാണ്, പക്ഷേ ഇവർക്ക് മടങ്ങി വരാൻ ഒരു വഴി യാക്കോബ് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങണം. ഒരു വേദഭാഗം വായിക്കാം. യെഹെസ്കേൽ 20-ാം അധ്യായം 43-ാം വാക്യം. അവിടെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ വഴികളെയും നിങ്ങളെ തന്നെ മലിനമാക്കിയ സകല ക്രിയകളെയും ഓർക്കും. നിങ്ങൾ ചെയ്ത സകല ദോഷവും നിമിത്തം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. ഒരിക്കലും ഒരു സ്ത്രീ യേശുവിൻ്റെ അരികിലേക്ക് വന്നു. അവൾ പാപിനിയായ സ്ത്രീയാണ്. അവൾ യേശുവിൻ്റെ അരികിലേക്ക് വന്ന് കരയുകയാണ്. അവൾ കണ്ണീർ കൊണ്ട് കർത്താവിൻ്റെ കാല് നനയ്ക്കുകയും തുടർന്ന് തലമുടി കൊണ്ട് ആ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. അവൾ കരയുന്നത് ഭൗതിക നന്മ കിട്ടാൻ വേണ്ടിയല്ല, വലിയ വീട്, വാഹനങ്ങൾ, സുഖജീവിതം ഇതിനു വേണ്ടിയല്ല. അവളുടെ പാപത്തെക്കുറിച്ചാണ് അവൾ കർത്താവിൻ്റെ അടുത്ത് വന്ന് കരയുന്നത്. പ്രിയമുള്ളവരെ, ഈ കണ്ണുനീര് ഹൃദയത്തിലെ എല്ലാ പാപക്കറകളെയും അങ്ങ് ഒഴുക്കിക്കൊണ്ടുപോവുകയാണ്. ആ സ്ത്രീ വളരെ ദുഃഖത്തോടും വേദനയോടും കൂടിയാണ് വന്നത്. രോഗശാന്തിക്കല്ല ആ സ്ത്രീ വന്നത്. അവളുടെ പാപത്തിൻ്റെ ആ മനോഭാരം, ആ ഭാരം അവൾക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവൾ ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വന്നു, പൊട്ടിക്കരഞ്ഞു. അവൾ മടങ്ങിപ്പോയത് പാപിനിയായിട്ടല്ല. ആ കണ്ണീർ കർത്താവ് കണ്ടു. അവൾക്ക് പാപമോചനം കൊടുത്തപ്പോൾ അവൾ വിശുദ്ധയായിട്ടാണ് മടങ്ങിപ്പോയത്. അഴുക്ക് നിറഞ്ഞ ഒരു പാപിനിയായിട്ട് അവൾ വന്നു. കണ്ണീർ കൊണ്ട് കർത്താവിൻ്റെ കാല് നനച്ചു. മടങ്ങിപ്പോയത് പാപിനിയായിട്ടല്ല, വിശുദ്ധയായിട്ടാണ്. പ്രിയമുള്ളവരെ, ഒരു നദി ശക്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നദിയുടെ ഇരു കരകളിലും ധാരാളം അഴുക്കുണ്ട്. പക്ഷേ നദിയുടെ ഈ ശക്തമായ പ്രവാഹത്തിൽ എല്ലാ അഴുക്കുകളും ദൂരേക്ക് പോകും. ഇതുപോലെ ഹൃദയത്തിൽ വാസ്തവത്തിൽ ഒരു അനുതാപം, എന്നിട്ട് കരഞ്ഞാൽ ആ കണ്ണുനീര് ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കെല്ലാം ദൂരെ കൊണ്ടുപോകും. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-9 വരെ വീണ്ടും വായിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് അടുക്കുക, അപ്പോൾ അവൻ നിങ്ങളിലേക്കും അടുക്കും. പാപികളെ, നിങ്ങളുടെ കരങ്ങൾ ശുദ്ധമാക്കുക. ഇരട്ടത്താപ്പുകാരെ, നിങ്ങളുടെ ഹൃദയങ്ങൾ വെടിപ്പാക്കുക. നിങ്ങൾ ദുഃഖിക്കുക, കരയുക, വിലപിക്കുക. നിങ്ങളുടെ ചിരി കരച്ചിലായും സന്തോഷം സന്താപമായും മാറട്ടെ. Be wretched and mourn and weep. Let your laughter be turned to mourning and your joy to gloom. ഹൃദയത്തിൽ വാസ്തവത്തിൽ ഒരു അനുതാപം, എന്നിട്ട് കരഞ്ഞാൽ ഹൃദയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കെല്ലാം ദൂരെ കൊണ്ടുപോകും. ഒരു പ്രദേശത്ത് ധാരാളം കളച്ചെടികളും വിഷച്ചെടികളും ഉണ്ട്. ഒരു ദിവസം നന്നായി മഞ്ഞ് പെയ്തു. കളച്ചെടികളെയും വിഷച്ചെടികളെയും കാണാനില്ല, മഞ്ഞാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യപ്രകാശം വന്നു, മഞ്ഞെല്ലാം അപ്രത്യക്ഷമായി. അപ്പോഴിതാ വീണ്ടും ശക്തിയോടെ കളച്ചെടികൾ, വിഷച്ചെടികൾ അവിടെ പ്രത്യക്ഷമായി. വീണ്ടും മഞ്ഞ് പെയ്തു. എന്നാൽ ഇത്തവണ ദിവസങ്ങളോളം മഞ്ഞ് പെയ്തു. ആഴ്ചകൾക്ക് ശേഷം മഞ്ഞ് അവസാനിച്ചു. പക്ഷേ മഞ്ഞൊഴുകിപ്പോയപ്പോൾ പിന്നെ അവിടെ ഒറ്റ കളച്ചെടിയും കാണാനില്ല, എല്ലാം ചീഞ്ഞു പോയി. ചിലർ അനുതപിക്കും, താൽക്കാലികമായിട്ടാണ്, യഥാർത്ഥ അനുതാപമല്ല.
വീണ്ടും പഴയതിലേക്ക് തിരിയും. നേരത്തെ പറഞ്ഞതുപോലെ അല്പസമയം മഞ്ഞ് പെയ്തു, അപ്പോൾ വിഷച്ചെടികളൊന്നും കാണാനില്ല. സൂര്യപ്രകാശം വന്നപ്പോൾ വീണ്ടും അത് പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ യഥാർത്ഥ അനുതാപം വന്നാൽ പിന്നെ കളച്ചെടികളെയും വിഷച്ചെടികളെയും കാണാൻ കഴിയുകയില്ല. നോക്കൂ, നമ്മുടെ മുഖത്തു നിന്ന് അനുതാപത്തിൻ്റെ കണ്ണുനീർ അങ്ങ് വരികയാണെങ്കിൽ ഹൃദയം ശുഭമായിരിക്കും. ഹൃദയം കഴുകി വെടിപ്പാക്കുന്നതിൻ്റെ അഴുക്കുവെള്ളം എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? അത് കണ്ണുനീർ വഴി പോവുകയാണ്. ആ കണ്ണീർ കാണിക്കുന്നത് ഇതാ ഹൃദയത്തിലെ അഴുക്കെല്ലാം പോവുകയാണ്. സഭാപ്രസംഗി 7:3 ചിരിയേക്കാൾ വ്യസനം നല്ലത്, മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. ചിരിയേക്കാൾ വ്യസനം നല്ലത്, മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും. മുഖത്തിലൂടെ അനുതാപത്തിൻ്റെ കണ്ണുനീർ പോകുമ്പോൾ ഹൃദയത്തിൽ കെട്ടിനിൽക്കുന്ന അഴുക്കെല്ലാം പോവുകയാണ്. ഹൃദയശുഭമാണ് മുഖത്തിലൂടെ കണ്ണുനീർ. നമ്മൾ കരയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരുപക്ഷെ വേദന സമ്മാനിക്കാം, പക്ഷേ കരഞ്ഞാൽ നമ്മുടെ ആത്മാവ് ശുഭമാകും. എന്നാൽ അതേസമയം ഒരു കാര്യം, നമ്മുടെ കണ്ണുനീരല്ല നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നത്. യേശുവിൻ്റെ രക്തമാണ് നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്നത്. നമ്മൾ എത്ര കരഞ്ഞാലും ആ കണ്ണുനീരിന് നമ്മുടെ ഒരു കൊച്ചു പാപത്തെ പോലും കഴുകി ശുദ്ധീകരിക്കാനുള്ള ശേഷിയില്ല. യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ ഒരുവൻ്റെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കുവാൻ ശേഷിയുള്ളൂ. അപ്പോൾ പിന്നെ കണ്ണുനീരിന് വല്ല പ്രസക്തിയുണ്ടോ? ഉണ്ട്. നമുക്ക് അനുതാപമുള്ളൊരു ഹൃദയമുണ്ട്. നാം പാപങ്ങളെക്കുറിച്ചോർത്ത് യഥാർത്ഥമായി പശ്ചാത്തപിക്കുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ. എന്തിനാണ് ആ പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞത്? അവളുടെ ഹൃദയത്തിൽ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ അനുതാപമുണ്ട്. അതവൾക്ക് അടക്കി വയ്ക്കാൻ പറ്റിയില്ല. അത് കണ്ണുനീരായി പുറത്തേക്ക് ഒഴുകുകയാണ്. പണ്ടെല്ലാം കൺവെൻഷനുകളിൽ പലരും കണ്ണുനീരോടുകൂടെയാണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാറുള്ളത്. എന്തിനാ അവർ കണ്ണുനീരൊഴുക്കിയത്? ഇനി വലിയ വീട് കിട്ടുമല്ലോ, വലിയ ജോലി കിട്ടുമല്ലോ, അതോർത്തിട്ടല്ല കരഞ്ഞത്. പിന്നെയോ അവർ ചെയ്ത പാപങ്ങളെക്കുറിച്ച് ദുഃഖിച്ച് അവർ യേശുവിലേക്ക് മാനസാന്തരപ്പെട്ട് വിശ്വാസികളായി. മാനസാന്തരപ്പെടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായ ആ സങ്കടമാണ് കണ്ണുനീരായി പുറത്തേക്ക് വന്നത്. ഇന്ന് പലപ്പോഴും പലരും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത് പുഞ്ചിരിച്ചുകൊണ്ടാണ്. യേശുവിനെ വേണോ? ജോലിയും കിട്ടും, വീടും കിട്ടും, കാറും കിട്ടും, സ്വർഗവും കിട്ടും. യേശുവിനെ വേണോ? എന്താ സംശയം, ഇങ്ങ് തായോ, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് യേശുവിനെ. ഒരു മാനസാന്തരവും ഇല്ല. കാരണം ഒരു വലിയ ബിസിനസ് പോലെയാണ്, ഒരു വലിയ ലാഭക്കച്ചവടം. ഇങ്ങ് സ്വീകരിച്ചാൽ കിട്ടുമല്ലോ, ഇവിടെയും കുറേ കിട്ടും, അവിടെയും പോയാൽ കിട്ടും. ഒരു അനുതാപമില്ലാതെ പലരും യേശുവിനെ സ്വീകരിച്ച് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. പക്ഷേ പിന്നെ അവരുടെ ജീവിതം നോക്കിയാൽ അറിയാം, ഇപ്പോഴും പാപത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. രക്ഷിക്കപ്പെട്ടു, പുഞ്ചിരിച്ച് ക്രിസ്തുവിനെ സ്വീകരിച്ചു, ശരിയാണ്, ജീവിതത്തിലൊരു വ്യത്യാസവും വന്നിട്ടില്ല. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. ഈ ലോകത്തിൽ മിക്കവാറും എല്ലാവരും കരയുന്നുണ്ട്, അപൂർവമായിട്ടാണെങ്കിലും. ജനിച്ചു വീഴുമ്പോൾ കരയാറുണ്ട്, അതെല്ലാവർക്കും ബാധകമായൊരു കാര്യമാണ്. പിന്നെ ചില രോഗങ്ങളുണ്ടെങ്കിൽ മാത്രമേ കരയാതിരിക്കൂ ചെറിയ കുഞ്ഞുങ്ങൾ. ഭാര്യ മരിക്കുമ്പോൾ കരയാറുണ്ട്, ഭർത്താവ് മക്കൾ മരിക്കുമ്പോൾ കരയാറുണ്ട്, വല്ലാതെ വാവിട്ട് നിലവിളിക്കാറുണ്ട്, ജോലി പോകുമ്പോൾ നിലവിളിക്കാറുണ്ട്. വലിയ രോഗം, ഡോക്ടർ പറഞ്ഞു നിനക്ക് ക്യാൻസർ, അപ്പോഴിതാ കരച്ചിൽ. വസ്തുക്കളെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോയി, വലിയ കരച്ചിൽ. 1 മാസം മാത്രമേ നിനക്ക് ജീവിക്കാൻ അവധിയുള്ളൂ, ഡോക്ടർ പ്രഖ്യാപിച്ചു, വലിയ ദുഃഖം. അങ്ങനെ നിരവധിയായ കരച്ചിലുകൾ ഈ ലോകത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. കൃഷിയെല്ലാം നശിച്ചുപോയി, കർഷകർ കരയുകയാണ്. എന്നാൽ ഞാൻ ദൈവത്തോട് പാപം ചെയ്തല്ലോ എന്നോർത്ത് കരയുന്നവർ വളരെ ചുരുക്കമാണ്. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള കരച്ചിലുകൾ ഇന്ന് ധാരാളം കാണാം. പക്ഷേ യഥാർത്ഥത്തിൽ അനുതാപത്തിൻ്റെ കരച്ചിൽ കുറയുകയാണ്.
ഇന്ന് കൺവെൻഷനുകളിൽ പോലും ഈ അനുതാപത്തിൻ്റെ കരച്ചിൽ കുറഞ്ഞ് പകരം ആവേശത്തിൻ്റെ കയ്യടിയാണ് അവിടെ നാം കേൾക്കുന്നത്. യേശുവിൽ വിശ്വസിച്ച് ഇന്നത് നേടൂ, ഭൗതിക വസ്തുക്കൾ പിടിച്ചെടുക്കൂ, ഇതാണ് അനുഗ്രഹത്തിൻ്റെ സമയം. അപ്പോൾ എല്ലാവർക്കും ആവേശമാണ് വരുന്നത്, അനുതാപമല്ല വരുന്നത്, ആവേശം വരികയാണ്. വലിയൊരു ജോലി കിട്ടും, വലിയ വീട് കിട്ടും, വലിയ വാഹനം കിട്ടും, ആവേശം വർദ്ധിക്കുകയാണ്, അനുതാപമല്ല ഉണ്ടാകുന്നത്. ഇതാണ് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ സമയം എന്ന് സഭയിലും പ്രസംഗിക്കുമ്പോൾ ഇതാ വല്ലാത്ത വിടുതൽ വരുന്നു, അടുത്ത മാസം വലിയ സാമ്പത്തിക നന്മ വരാൻ പോകുന്നു. കേൾക്കുമ്പോൾ വിശ്വാസികൾക്ക് അനുതാപമല്ല വരുന്നത്, ആവേശം മൂക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുന്നത്, നമ്മുടെ പാപങ്ങളെക്കുറിച്ചോർത്ത് പശ്ചാത്തപിച്ച് കരയുന്നത് ഭീരുത്വത്തിൻ്റെ ലക്ഷണമല്ല. മറിച്ച് നമുക്ക് അനുതാപമുള്ളൊരു ഹൃദയമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നുറുങ്ങിയൊരു ഹൃദയമുണ്ട്. ദൈവത്തിന് ഏതാ സ്വീകാര്യമായത്? തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയം നിരസിക്കുകയില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ അതാണ്. ഫറവോ എന്തെല്ലാം തെറ്റുകൾ ചെയ്തു, ദൈവത്തോട് മത്സരിച്ചു. അവൻ തെറ്റ് ചെയ്ത് എപ്പോഴെങ്കിലും കരഞ്ഞോ? ദൈവത്തോട് മത്സരിക്കും തോറും അവൻ കരയുകയല്ല ചെയ്തത്, അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്നും ഈ ഫറവോൻ്റെ ഹൃദയം കിട്ടിയ ചിലരുണ്ട്. അവർക്ക് എത്ര പാപം ചെയ്താലും എത്ര ദുഷ്ടത ചെയ്താലും ഒരു കരച്ചിലുമില്ല, അനുതാപവുമില്ല. അവർ വീണ്ടും വീണ്ടും ദുഷ്ടത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അനുതാപമുള്ളൊരു ഹൃദയത്തിന് മാത്രമേ കരയാൻ കഴിയുകയുള്ളൂ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച്. ഇന്ന് ഒരു വിശ്വാസി തുടർച്ചയായിട്ട് പാപങ്ങൾ ചെയ്യുകയും അനുദപിക്കാതിരിക്കുകയും ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? വിശ്വാസി എന്ന ലേബലുണ്ടെങ്കിലും അവൻ ശരിക്കും മാനസാന്തരപ്പെടാത്തത് കൊണ്ട് നരകത്തിൽ പോകും. നരകത്തിൽ പോയാൽ എന്താണ് സംഭവിക്കുക? നിത്യത മുഴുവൻ കരയേണ്ടി വരും. അതിനേക്കാൾ നല്ലത് എന്താ? ഇപ്പോൾ പാപം ചെയ്തതിനെക്കുറിച്ചോർത്ത് കരഞ്ഞ് ദൈവത്തോട് യഥാസ്ഥാനപ്പെടുകയാണെങ്കിൽ അന്ന് നിത്യത മുഴുവൻ കരയേണ്ടി വരികയില്ല. അതുകൊണ്ട് പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ. ഇരട്ടത്താപ്പുകാരെ അഥവാ ഇരുമനസ്സുള്ളവരെ, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങൾ ദുഃഖിച്ച് കരയുവിൻ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നിത്യമായ കരച്ചിൽ ഒഴിവാക്കാൻ സാധിക്കും. അല്ലെങ്കിലോ, പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുവിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. പാപങ്ങളെക്കുറിച്ചോർത്ത് ദുഃഖിച്ച് കരയുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നാം ചെയ്തു പോയ ലംഘനങ്ങൾ, ദൈവത്തോട് പറഞ്ഞ ചില കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റാതെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങൾ, ഇവയോർത്ത് നാം കരയണം. നാം ചെയ്ത തെറ്റുകളെ ഓർത്ത് കരയുന്നത് ഭീരുത്വം കൊണ്ടല്ല, നമുക്ക് അനുതാപമുള്ളൊരു ഹൃദയമുണ്ട്. അതിൻ്റെ തെളിവാണ് നാം കരയുക എന്നുള്ളത്. എന്നാൽ ഹൃദയകാഠിന്യം ബാധിച്ച ഒരുവന് കരയാൻ സാധ്യമല്ല പാപങ്ങളെക്കുറിച്ചോർത്ത്. ഫറവോ ദുഷ്ടനായ മനുഷ്യനാണ്. അവൻ ദൈവത്തോട് മത്സരിച്ചു. അവൻ ദൈവത്തോട് മത്സരിക്കും തോറും അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു. ഹൃദയം കഠിനപ്പെട്ട അവൻ ഒരിക്കലും അനുതപിച്ച് കരയുന്നില്ല. അവൻ കൂടുതൽ കൂടുതൽ നാശത്തിലേക്ക് പോകുന്നു. പാപങ്ങളെക്കുറിച്ച് അനുതപിക്കാതെ ഹൃദയം കഠിനപ്പെടുത്തിയ ഫറവോൻ ഒടുവിൽ നശിക്കുകയാണ് ചെയ്തത്. എന്നാൽ അനുതപിക്കണം. അനുതപിച്ച് കരഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് രക്ഷ. ഇപ്പോൾ ലോകമോഹങ്ങളിൽ കുടുങ്ങി അതാണ് സന്തോഷം എന്ന് പറഞ്ഞ് പാപങ്ങൾ ആസ്വദിച്ച് ചിരിച്ചുകൊണ്ട് നടന്നാൽ ഒടുവിൽ നിത്യമായി കരയേണ്ടി വരും. അതുകൊണ്ട് നരകത്തിലുള്ള നിത്യമായ കരച്ചിൽ ഒഴിവാക്കുവാൻ ഇപ്പോൾ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരഞ്ഞാൽ അത് നല്ലതാണ്. ഇപ്പോൾ കൈകളെ ശുദ്ധീകരിച്ചും ഹൃദയത്തെ വെടിപ്പാക്കിയും പാപങ്ങളെക്കുറിച്ചോർത്ത് അനുദപിച്ച് മുന്നോട്ട് പോയാൽ ഇപ്പോഴത്തെ കരച്ചിൽ അന്ന് സന്തോഷമായി മാറും. കർത്താവ് പറഞ്ഞു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, കരയുന്നവർ ഭാഗ്യവാന്മാരാണ്. ലൂക്കോസ് 6:21. ഇപ്പോൾ കരയുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. രക്ഷിക്കപ്പെട്ടൊരു ദൈവപൈതൽ
യേശു ക്രിസ്തുവിൻ്റെ സാക്ഷിയാണ്. അതുകൊണ്ട് നാം പാപം ചെയ്യുക എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല. നാം പാപം ചെയ്താൽ രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെട്ട ഒരു ദൈവപൈതൽ, ദൈവസഭയിലെ ഒരു ദൈവപൈതൽ പാപം ചെയ്താൽ അത് രണ്ട് രീതിയിൽ ദോഷത്തിന് കാരണമാകും. ഒന്ന്, നാം പാപം ചെയ്താൽ അത് നമുക്ക് തന്നെ ദോഷം. രണ്ടാമത്, നാം പാപം ചെയ്താൽ കർത്താവിൻ്റെ നാമത്തിന് ദൂഷണം വരുത്തും. ജാതികൾ കർത്താവിൻ്റെ നാമത്തെ ദുഷിക്കുവാൻ ദൈവമക്കളുടെ പാപം ഇടയായിത്തീരും. അതുകൊണ്ട് നാം പാപം ചെയ്താൽ നമുക്ക് മാത്രമല്ല ദോഷം ചെയ്യുന്നത്, കർത്താവിൻ്റെ നാമത്തെ ജാതികൾ ദുഷിക്കുന്നതിനും അതിടയാക്കും. ദാവീദ് പാപം ചെയ്തു, ബത്ശബയുമായി പാപം ചെയ്തു. അപ്പോൾ യഹോവയുടെ ശത്രുക്കൾ യഹോവയെ ദുഷിക്കുവാൻ അത് ഒരു കാരണമായി. 2 ശമൂവേൽ 12:14 നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഹേതു ഉണ്ടാക്കിയതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞ് നാഥാൻ തൻ്റെ വീട്ടിലേക്ക് പോയി. അപ്രകാരം സംഭവിക്കുകയും ചെയ്തു. റോമാലേഖനം 2:24 നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് ഒരു ദൈവപൈതൽ പാപം ചെയ്താൽ അത് അവനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നാം വളരെ ഭക്തിയോടെ ഭയത്തോടെ പാപം കൂടാതെ വിശുദ്ധിയിൽ ജീവിക്കണം. യാക്കോബ് 4:10 ഇനി പ്രവേശിക്കാം. യാക്കോബ് 4:10 കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. കർത്താവിൻ്റെ സന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തണം. കർത്താവ് ആരാണ്? അവിടുന്ന് സർവശക്തനാണ്, സർവവ്യാപിയാണ്, സകലത്തിൻ്റെ ഉടയവനാണ്. ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നാം ഒന്നും നേടിയെടുത്തതല്ല, എല്ലാം ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ വരുമ്പോഴെല്ലാം നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തണം. നാം വെറും ഒരു ശ്വാസമാണ്. എന്നാൽ സർവശക്തനായ ദൈവം തൻ്റെ സ്വന്തം പുത്രനിലൂടെ നമ്മളെ വീണ്ടെടുത്ത് അവിടുത്തെ മകനാക്കി. അതുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നവരാകണം. അവിടുത്തെ സന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തുന്നവരാകണം. കർത്താവിൻ്റെ വേലയിൽ നാം അധ്വാനിക്കും തോറും, ഒരുപക്ഷെ കൂടുതൽ കർത്താവിന് വേണ്ടി സദ്ഫലങ്ങൾ പുറപ്പെടുവിക്കും തോറും നാം താഴ്മയുള്ളവരായി മാറണം. ഹഡ്സൺ ടൈലർ ചൈനയിൽ ധാരാളം സുവിശേഷ വേല ചെയ്ത വ്യക്തിയാണ്. കർത്താവിന് വേണ്ടി വളരെ സദ്ഫലങ്ങൾ പുറപ്പെടുവിച്ച ഒരു ദൈവദാസനാണ് ഹഡ്സൺ ടൈലർ. ഒരിക്കൽ ഓസ്ട്രിയയിലെ മെൽബണിൽ വെച്ച് ഒരു മീറ്റിംഗ് ക്രമീകരിച്ചു. അതിലെ മുഖ്യ പ്രസംഗകൻ ഹഡ്സൺ ടൈലർ ആയിരുന്നു. ഹഡ്സൺ ടൈലർ പ്രസംഗിക്കുന്നതിന് മുമ്പ്